ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കണ്ണ് വരച്ച് പഠിച്ചാലോ? അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകാലോ. ആദ്യം നമ്മൾ വരച്ച് 3 ഈക്വലായിട്ടുള്ള ഓവൽ ഷേപ്പ് വരയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ കണ്ണിന് ഷേപ്പാക്കി എടുക്കുക. ഈ 3 റൗണ്ട് ഇങ്ങനെ വരയ്ക്കാനുള്ള കാരണം കണ്ണിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നുള്ള അനാറ്റമി ഇങ്ങനെയാണ്. വലത്തെ കണ്ണ് വരച്ച ശേഷം ഇടത്തെ കണ്ണ് അതുപോലെ വരയ്ക്കുക. നമ്മളിത് വരക്കുന്നത് തികച്ചും ഒരു പെൻസിൽ മാത്രം വെച്ചാണ്, അതായത് ഒരു മെക്കാനിക്കൽ പെൻസിൽ മാത്രം വെച്ചാണ്. വേറെ നമ്മൾ ഗ്രേഡ് പെൻസിലൊന്നും ഇതിനായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ട് ചില കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ വരക്കാൻ അറിയുന്നവർക്ക് ഇതിൻ്റെ അടിപൊളിയായിട്ട് വരക്കാൻ കഴിയും. പുരുക ഷെയ്ഡ് ചെയ്യുന്ന രീതി കേട്ടോ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഷെയ്ഡിലേക്ക് വരുമ്പോൾ പറയാം. അപ്പോൾ കണ്ണുകൾ വരക്കണേ ഏകദേശം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഷെയ്ഡിങ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ കൃഷ്ണമണിയിൽ നിന്ന് തുടങ്ങുക. കൃഷ്ണമണിയുടെ ഉള്ളിൽ നമുക്ക് ഡാർക്ക് കൊടുക്കുക. ഇരുവശത്തും നമ്മൾ ഒന്നുകൂടി ഡാർക്കാക്കി കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം ഒന്ന് ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുക്കുക. പിന്നെ കൃഷ്ണമണിയുടെ ഉള്ളിലത്തെ ഭാഗം ഒന്നുകൂടി സ്മൂത്താക്കി കൊടുക്കുക. പിന്നെ അതിൽ ഒന്നുകൂടി വരുന്ന ഭാഗം ഒന്ന് കയറ്റിയിട്ടും ഇറക്കിയിട്ടും ആയിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു എഫക്റ്റ് വരും. അതായത് കൃഷ്ണമണിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടി. ഞാൻ അതിനനുസരിച്ച് ചെറിയൊരു വീഡിയോ ആണ്, തുടക്കക്കാരൻ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ മാത്രമാണിത്. ഇനിയും അടിപൊളിയായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ലൈറ്റ് ഷെയ്ഡിൽ നിന്നായിരിക്കണം പിന്നെ ഡാർക്കിലേക്ക് വരാൻ പാടുള്ളത്. അപ്പോൾ ലൈറ്റായിട്ട് ഞാനിപ്പോൾ സ്മഡ്ജ് വൈനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ബഡ്സാണ്. ബഡ്സ് അത്ര പോരാ. ബഡ്സിൻ്റെ നല്ലത് കുഴപ്പമില്ല, തുടക്കക്കാരന് കുഴപ്പമില്ല. എന്നാലും ഒന്നും കൂടി ഒരു റിയലിസം കിട്ടണമെന്നുണ്ടെങ്കിൽ ബഡ്സിൻ്റെ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിക്കുന്നത് സ്മഡ്ജിയറാണ്. അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതിനെത്ര ഏകദേശം ഒരു 50 റുപ്യയാണ് വരുന്നത് ഞാൻ വാങ്ങിയ സമയത്തൊട്ടോ. ഇപ്പം എത്രയെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് കൺപിളകൾ വരക്കാൻ തുടങ്ങാം. കൺപിള വരക്കുമ്പോൾ ഇങ്ങനെ റൗണ്ടായി വരയ്ക്കുക. പിന്നെ ശേഷം രോമങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഒന്നുകൂടി എഫക്റ്റ് ആയിരിക്കും, സുഖമായിരിക്കും. എന്താ വെച്ചാൽ മറ്റേ തുരുതുര നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു വൃത്തി കിട്ടൂല. വെറുതെ അവിടെ ഇവിടെ രോമങ്ങളായിട്ട് തോന്നുകയുള്ളൂ. പിന്നെ നമ്മൾ ഇനി പുരുകം വരയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യുക. അതായത് ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് പുരുകം ഇങ്ങനെ തുരുതുര ഒന്നായിട്ട് ഡാർക്ക് ചെയ്യിപ്പിക്കാതെ ഓരോ രോമങ്ങളായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ചില രോമങ്ങൾ നമ്മൾ തെറിപ്പിച്ച് നിർത്തണം കേട്ടോ. അതായത് ചില രോമങ്ങൾ നമ്മൾ എടുത്ത് കാണിക്കുന്ന രീതി കാണിച്ചാൽ ഒന്നുകൂടി റിയലിസ്റ്റിക്കായിട്ട് നമുക്ക് പുരികത്തെ തോന്നിപ്പിക്കാൻ കഴിയുന്നതായിരിക്കും. പിന്നെ അതുപോലെ പുരികം കിളർക്കുന്ന ഭാഗത്തുണ്ടാകുന്ന ഹോൾസ് ഉണ്ടാകുമല്ലേ, അതൊക്കെ ഒന്ന് മൈന്യൂട്ടായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ചിത്രത്തെ ഒന്ന് നമ്മൾ ഭംഗി ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വരയ്ക്കുക. അപ്പോൾ പുരികത്തിനെ ഒന്നുകൂടി റിയലിസ്റ്റിക് ആക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഇതുപോലെ മറ്റ് കണ്ണും നമുക്ക് ചെയ്യാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ തുടക്കക്കാരനാണ്. നിങ്ങളുടെ ഇത്രയും വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. പിന്നെ എന്താ നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇറക്കുന്നത്, വോയിസ് ഓവർ ചെയ്യുന്നു. അതിൻ്റേതായിട്ടുള്ള ചില മിസ്റ്റേക്കുകളുണ്ട്. ഇതിൻ്റെ അടിപൊളിയാക്കി നമ്മൾ ഇനിയും തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിനെ പറ്റിയൊന്ന് കമൻറ്റ് ചെയ്യണേ.